കൃപാസനം അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് പൂജ. ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു. എനിക്ക് പറയാനുള്ള സാക്ഷ്യം എൻ്റെ എഡ്യൂക്കേഷൻ ഫീൽഡിലുണ്ടായ ഒരു പരിശുദ്ധ അമ്മ നൽകിയ ഒരു അനുഗ്രഹത്തിനെ പറ്റി പറയുവാനാണ്. 2019 ജൂണിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞങ്ങൾ അതിനുശേഷം അമേരിക്കയിലേക്ക് പോയി. എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഞങ്ങൾ അമേരിക്കയിലേക്ക് പോയി. ഞാനൊരു ഡെൻറ്റിസ്റ്റാണ്. അപ്പം നാട്ടിലെ BDS ഡിഗ്രി അമേരിക്കയിൽ വാലിഡ് അല്ല. അവിടെ 2.5 വർഷത്തെ അഡ്വാൻസ് സ്റ്റാൻഡിംഗ് പ്രോഗ്രാം ചെയ്താൽ മാത്രമേ നമുക്കവിടെ ഡെൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു ഡെൻറ്റൽ സ്കൂളിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് വളരെ ചലഞ്ചിങ് ആണ്, വളരെ എക്സ്പെൻസീവാണ്. അതുപോലെ തന്നെ അത് ടൈം കൺസ്യൂമിങ്ങുമാണ്. അപ്പോൾ ആദ്യമേ അതിനുവേണ്ടി വേണ്ടത് ഒരു ബോർഡ് എക്സാംസ് ആണ്. അതിന് NBDE പാർട്ട് 1 പാർട്ട് 2 എന്ന് പറയുന്ന 2 എക്സാംസ് ആണ്. ഈ 2 എക്സാംസും ഒരു എക്സാം 8 മണിക്കൂർ ദൈർഘ്യമുള്ളതും രണ്ടാമത്തെ എക്സാം 12 മണിക്കൂർ ദൈർഘ്യമുള്ള എക്സാമുമാണ്. ഞാൻ 2019 ഇവിടുന്ന് പോയി മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് എൻ്റെ കയ്യിൽ കാശുരൂപവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് ഈ 2 എക്സാമും എനിക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം ഡെൻ്റൽ സ്കൂൾസിലേക്കുള്ള ഇൻ്റർവ്യൂകളാണ്. അത് വളരെ ചലഞ്ചിങ് ആണ്, വളരെ സ്ട്രെസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഞാൻ 2 വർഷം ഈ ഡെൻ്റൽ സ്കൂൾസിലേക്ക് അപ്ലൈ ചെയ്തിട്ടും എനിക്ക് ഒരിടത്തുനിന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ ഉറച്ചു നിന്ന് തന്നെ പ്രാർത്ഥിച്ചു. എന്തുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വീണ്ടും ഉറച്ചു നിന്ന് പ്രാർത്ഥിച്ചെങ്കിലും എനിക്ക് എല്ലാ സ്കൂൾസും, ഞാനൊരു 20 സ്കൂൾസിലെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ നിന്നെല്ലാം റിജക്ഷൻസ് വന്നു. 2 വർഷം 20 സ്കൂൾസ് എവറി ഇയർ ഐ അപ്ലൈഡ് ഓൾമോസ്റ്റ് 20 സ്കൂൾസ്. ബട്ട് എല്ലാ സ്കൂൾസിൽ നിന്നും എനിക്ക് റിജക്ഷൻ ആയിരുന്നു. അതുപോലെ 2ാം വർഷം സെക്കൻഡ് ടൈം ഞാൻ ഈ ഡെൻ്റൽ സ്കൂൾ ആപ്ലിക്കേഷൻ ചെയ്തപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, പൂജ നീ ഒരു ഓൺലൈൻ ഉടമ്പടി ചെയ്യുക. അങ്ങനെ ഞാൻ സെപ്റ്റംബർ 5, 2022 ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്തു. അത് സെപ്റ്റംബർ 5 ആയിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. പിറ്റേ ഒക്ടോബർ 5 ആയപ്പോഴത്തേക്ക് എനിക്കൊരു ഡെൻ്റൽ സ്കൂളിൽ നിന്ന് ഇൻ്റർവ്യൂ കോള് കിട്ടി. ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. അന്ന് പോയപ്പോഴത്തേക്ക് ഞാൻ ഉടമ്പടി ഉപ്പ് എവിടെ പോയാലും, ഏത് ഇൻ്റർവ്യൂവിനോ ഏത് എക്സാംസിന് പോയാലും ഞാൻ ഉടമ്പടി ഉപ്പും ഉടമ്പടി കാശുരൂപവും ഉടമ്പടി പത്രികയും ഞാൻ എൻ്റെ കയ്യിൽ എപ്പോഴും സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ അന്ന് ഈ ഇൻ്റർവ്യൂവിന് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ 20 സ്കൂൾസിൽ അപ്ലൈ ചെയ്തിട്ട് റിജക്ഷൻ കിട്ടിയ എനിക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പെടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ അന്ന് വല്ലാതെ കരഞ്ഞു. എനിക്ക് അന്നത്തെ രാവിലെ 8 മണിക്ക് ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് തിരിച്ചു പോയി എടുക്കാനായിട്ടുള്ളത്, എനിക്ക് വേറൊരു സൈറ്റിൽ നിന്ന് ഫ്ലൈ ചെയ്ത് വന്നാണ് ഈ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് തിരിച്ചു പോകാൻ മാർഗ്ഗമില്ല. പക്ഷെ ഭാഗ്യത്തിന് ഉടമ്പടി പത്രിക എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ആ പത്രിക എൻ്റെ ഇൻ്റർവ്യൂ ഫയലിനോട് ചേർത്ത് വെച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, പരിശുദ്ധ കൃപാസനം അമ്മേ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ഉപ്പില്ല, എൻ്റെ തേനില്ല, തൈലമില്ല, ഒന്നുമില്ല. ഉടമ്പടി പത്രിക മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോയിരുന്നു. ഒരു ഫീമെയിൽ ഡെൻറ്റിസ്റ്റ്, ഒരു ഡോക്ടറാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. എൻ്റെ പ്രോഗ്രാമിൻ്റെ ഡയറക്ടറായിരുന്നു എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. മാഡം എന്നോട് പല ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഞാൻ ആൻസർ ചെയ്തു. അപ്പോൾ ഞാൻ ഈ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എൻ്റെ ഇടത് വശത്ത് ഒരു കാലി ചെയർ, ആരും ഇരിക്കാത്ത ഒരു ചെയർ അവിടെ കിടക്കുന്നു. അപ്പം ഞാനും എൻ്റെ പ്രൊഫസറും പിന്നെ ഈ ഒരു കാലി കസാരയും അവിടെ ഉള്ളൂ. വേറെ ആ മുറിയിൽ വേറെ ആരുമില്ല. അപ്പം ഞാനിങ്ങനെ പല ക്വസ്റ്റ്യൻസ് ഡോക്ടർ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അതിനെല്ലാം ആൻസർ ചെയ്തു. അപ്പോൾ ഞാൻ സൈഡിലോട്ട് നോക്കിയപ്പോൾ ഈ കസാരയിൽ ഈ കൃപാസനം മാതാവ് ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഈ ഗ്രേ കളറിലെ ഉടുപ്പിട്ട് മാതാവ് ഇരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പം തന്നെ എനിക്ക് കോൺഫിഡൻസ് ആയി, എനിക്ക് കിട്ടും, ഈ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടുമെന്ന്. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ മാഡം എന്നോട് പറഞ്ഞു, ഇങ്ങനത്തെ ഒരു കാൻഡിഡേറ്റിനെ തന്നെയാണ് ഞങ്ങൾ ഈ പൊസിഷനിലേക്ക് ഉദ്ദേശിക്കുന്നത്. നീ ഇത് കഴിഞ്ഞ് വരുന്ന പ്രാക്ടിക്കൽ എക്സാം നന്നായി കൊടുക്ക്
എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു വിട്ടു. അതിന് ഉച്ച കഴിഞ്ഞ് പ്രാക്ടിക്കൽ എക്സാമും ഉണ്ടായിരുന്നു. പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത് കാണിക്കണം. പല്ല് പേഷ്യൻ്റേലല്ല, ഡമ്മി പേഷ്യൻ്റേൽ നമ്മൾ ചെയ്ത് കാണിക്കണം. അതും കഴിഞ്ഞു. എനിക്കത് ബുദ്ധിമുട്ടില്ലായിരുന്നു. ഞാൻ കുറച്ച് നാളൊക്കെ പ്രാക്ടീസ് ചെയ്തായിരുന്നു. ആ ബെഞ്ച് ടെസ്റ്റിൻ്റെ സമയത്തും ഞാൻ ഉടമ്പടി ഉപ്പ് ഡമ്മി പേഷ്യൻ്റെ വായ്ക്കകത്ത് ഇട്ടു ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് അത് ചെയ്തത്. അങ്ങനെ ആ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി. എനിക്ക് ഡെൻ്റൽ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് 150 പേരുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിന്. അതിൽ നിന്ന് അവരാകെപ്പാടെ സെലക്ട് ചെയ്തത് 14 പേരെയാണ്. ഓൾ അറൗണ്ട് ദ വേൾഡ് അവർ ആകെപ്പാടെ സെലക്ട് ചെയ്തത് 14 പേരെയാണ്. അതിൻ്റെ അകത്ത് 9 ഇന്ത്യൻസും ബാക്കി 5 കാൻഡിഡേറ്റ്സും മറ്റുള്ള കൺട്രീസിൽ നിന്നുമായിരുന്നു. അങ്ങനെ എൻ്റെ ഡെൻ്റൽ സ്കൂളിൻ്റെ ആ ഒരു കിട്ടാനുള്ള ആ പ്രോസസ്സ് അവസാനിച്ചു. അങ്ങനെ 2.5 വർഷത്തെ അഡ്വാൻസ് സ്റ്റാൻഡിംഗ് പ്രോഗ്രാമിന് ശേഷം ഞങ്ങൾക്ക് ഒരു ലൈസൻസിങ് ബോർഡ് എക്സാം ഉണ്ട്. അത് എല്ലാത്തിൻ്റെ ഫൈനൽ എക്സാം പോലത്തെ ഒരു ലൈസൻസിങ് ബോർഡ് എക്സാം ഉണ്ട്. ആ ബോർഡ് എക്സാമും ഏകദേശം 8 മണിക്കൂർ ദൈർഘ്യമുള്ള 2 എക്സാമുകളായിരുന്നു 2 ദിവസങ്ങളിലായിട്ട്. അപ്പോൾ അതിൻ്റെ 2ാമത്തെ ദിവസത്തിൽ ഇങ്ങനെ ഒരു ഞങ്ങൾക്ക് 2 പ്രെപ്പ് ചെയ്ത് കാണിക്കണം. അതിൻ്റെ അകത്തെ ഒരു പ്രെപ്പ് ഞാൻ ഫിനിഷ് ചെയ്തു. 2ാമത്തെ പ്രെപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കണ്ണൊക്കെ മങ്ങിപ്പോകുന്ന പോലെ, ടെൻഷനോ സ്ട്രെസ്സോ കൊണ്ടോ എന്തുകൊണ്ടാണോ എന്നറിയാൻ മേല, എനിക്ക് എൻ്റെ കൈകൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ബുദ്ധി വർക്ക് ചെയ്യുന്നില്ലാത്ത പോലെ. ഞാൻ ഉടനെ തന്നെ കണ്ണടച്ചിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, പരിശുദ്ധ കൃപാസനം അമ്മേ, എന്നെ സഹായിക്കാൻ നീ ഓടി വരണമേ എന്ന് ഞാൻ ഒറ്റ തവണ പ്രാർത്ഥിച്ചുള്ളൂ. ഉടനെ തന്നെ എൻ്റെ മാതാവ് ഓടി വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്നോട് എന്നാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, എൻ്റെ ചെവിയിൽ മാതാവ് പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്യ്, നിന്റെ കൈ ചരിച്ചു പിടിച്ച് നീ ഇങ്ങനെ ചെയ്യുന്ന എന്നോട് പറഞ്ഞു പരിശുദ്ധ അമ്മ. ഞാനത് ഒരിക്കലും മറക്കില്ല. എൻ്റെ പല ഫ്രണ്ട്സിനോട് ഞാനത് ഷെയർ ചെയ്യുകയും എനിക്ക് നാട്ടിലുള്ള എൻ്റെ ഫ്രണ്ട്സിനോട് ഞാനത് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഡെൻ്റൽ സ്കൂളിൽ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു എക്സാമാണിത്. അപ്പം പലർക്കും ഉടമ്പടിയിലോ മാതാവിലോ ഒന്നും വിശ്വാസം ഇല്ലാത്തവരും, പക്ഷെ എന്നാലും അവരുടെ എല്ലാം നെറ്റിയിൽ ഞാൻ ഉടമ്പടി തൈലം പുരട്ടിയിട്ട് ഞാൻ പറഞ്ഞു, ധൈര്യത്തോടെ പോകും, നമ്മളെല്ലാവരും പാസ്സാവും. അതുപോലെ തന്നെ ഞങ്ങളുടെ ബാച്ചിൽ ഈ 14 പേരെ അവർ അക്സെപ്റ്റ് ചെയ്തതിൽ 14 പേരും എക്സാമിന് പാസ്സായി. ഒരാൾ പോലും ഫെയിലായില്ല. എല്ലാ 14 പേരും പാസ്സായി. മൊത്തം ഞങ്ങളുടെ ബാച്ചിൽ 75 പേരുണ്ട്. അതിൻ്റെ അകത്ത് ഈ 14 സ്റ്റുഡൻസ് ആണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്. അവരെല്ലാവരും പാസ്സായി. പരിശുദ്ധ കൃപാസനം അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അപ്പം എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായി ഞാൻ ചെയ്തത്, ഞാൻ ഇവിടുന്ന് പോയപ്പോൾ സ്പാനിഷ് പത്രങ്ങളും അതുപോലെ ഇംഗ്ലീഷ് പത്രം, മലയാളം പത്രങ്ങളും വാങ്ങിക്കൊണ്ട് പോയി. അത് അവിടുത്തെ ചർച്ചസിൽ എൻ്റെ ഭൂരിഭാഗം പേഷ്യൻസും സ്പാനിഷ് സ്പീക്കിംഗ് ആണ്. അവർക്ക് എൻ്റെ ഈ പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും അതുപോലെ തന്നെ അവരിലേക്ക് പരിശുദ്ധ കൃപാസന അമ്മേനെ പറ്റി പറയുകയും എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ ഏറ്റുപറയുകയും ചെയ്തിട്ടുണ്ട് അവരുടെ മുമ്പിൽ. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് എൻ്റെ മറ്റൊരു പേഷ്യൻ്റ് ഈ കാലിൻ്റെ ഈ മുട്ടിൻ്റെ താഴോട്ട് മുറിച്ച് കളഞ്ഞതാണ് അയാളുടെ. അപ്പോൾ അയാൾക്ക് ഭാര്യ മക്കളൊന്നുമില്ല, തന്നെയാണ് അയാൾ ജീവിക്കുന്നത്. അപ്പോൾ അയാളുടെ ആ അവസ്ഥയിൽ ഞാൻ അയാളുടെ വീട്ടിൽ പോയി അയാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അയാൾക്ക് വേണ്ടത് വിധത്തിലുള്ള ഫൈനാൻഷ്യൽ ഹെൽപ്പും ഫിസിക്കൽ ഹെൽപ്പും ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസവും ഒരു കാരുണ്യ പ്രവൃത്തിയെങ്കിലും ചെയ്യാൻ ഞാൻ ശ്രമിക്കും. എനിക്ക് എല്ലാ ദിവസവും ബൈബിൾ വായിക്കുവാനുള്ളൊരു തീവ്രത ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കുണ്ടായിട്ടുണ്ട്. പരിശുദ്ധ കൃപാസനം അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ എൻ്റെ സാക്ഷ്യം പരിശുദ്ധ കൃപാസനം അമ്മയ്ക്കും തിരുക്കുമാരനും സമർപ്പിക്കുന്നു.